ഏവർക്കും മീഡിയ വാർത്തയിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. മട്ടന്നൂർ നിയമസഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കപ്പെട്ട ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് മട്ടന്നൂർ നഗരത്തിൽ റോഡ് ഷോ നടത്തി. ഇടതുമുന്നണിയുടെ നിരവധി പ്രവർത്തകരും നേതാക്കളും പങ്കെടുത്തു. പ്രവർത്തകർ സ്ഥാനാർത്ഥിയോടൊപ്പം ഫോട്ടോ എടുത്തും വിജയാശംസകൾ നേർന്നും സന്തോഷം പങ്കിട്ടു. ചിറ്റാരിപ്പറമ്പ്, കീഴല്ലൂർ, കൂടാളി, മാലൂർ, മാങ്ങാട്ടിടം, കോളയാട്, തില്ലങ്കേരി, പടിയൂർ കല്യാട് എന്നീ ഗ്രാമപഞ്ചായത്തുകളും മട്ടന്നൂർ നഗരസഭയും ഉൾക്കൊള്ളുന്ന പ്രദേശമാണ് മട്ടന്നൂർ നിയമസഭാ മണ്ഡലം. എല്ലാ പഞ്ചായത്തുകളും ഒപ്പം മട്ടന്നൂർ നഗരസഭയും ഇടതുശക്തി കേന്ദ്രങ്ങളാണ്. 1957 ഈ മട്ടന്നൂർ മണ്ഡലം നിലവിൽ വന്നുവെങ്കിലും 1965 പുനഃക്രമീകരണത്തിൽ ഇല്ലാതായി. പിന്നീട് 2008 നിയമസഭാ പുനർനിർണയത്തോടെയാണ് മട്ടന്നൂർ മണ്ഡലം തിരികെ വന്നത്. 1957 10,451 വോട്ട് ഭൂരിപക്ഷത്തിനാണ് N.E. ബലറാം വിജയിച്ചതെങ്കിൽ 1960 കേവലം 85 വോട്ടിനാണ് അദ്ദേഹം വിജയിച്ചത്. 2011 30,512 വോട്ട് ഭൂരിപക്ഷത്തിനും 2016 43,381 വോട്ട് ഭൂരിപക്ഷത്തിനും E.P. ജയരാജൻ വിജയിച്ചപ്പോൾ 2021 K.K. ശൈലജയുടെ ഭൂരിപക്ഷം 60,963 ആയിരുന്നു. 1957 70,385 1960 71,354 ആയിരുന്നു വോട്ടർമാരുടെ എണ്ണം. 2011 ഇത് 1,60,711 2016 1,77,911 2021 1,89,308 വർദ്ധിച്ചു. സത്യം പറഞ്ഞ ടോപ്പ് വെൽ എത്തിയപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്. എന്ത് രസമായിട്ടാ ഒക്കെ ഒരുക്കിയിരിക്കണേ. ഷോറൂം എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം, സിമ്പിൾ ആൻഡ് എലഗന്റ്. കറക്റ്റ്. അവിടുത്തെ ഓരോ ആഭരണങ്ങളും പോലെ എലഗന്റ് അല്ലേ അമ്മ? അപ്പോ മോൾക്ക് മൊത്തത്തിൽ ഇഷ്ടമായിന്നാണ് അർത്ഥം അല്ലേ? എന്തോ ഒരു സംശയം. ടോപ്കോ എനിക്ക് ടോട്ടലി ഇഷ്ടമായി. മാത്രമല്ല അവരുടെ കസ്റ്റമർ അപ്രോച്ച്, ഇറ്റ്സ് റിയലി കമന്റബിൾ. ടോപ്കോ ജ്വല്ലറി, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.